ഹലോ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ 5ാം ക്ലാസ്സിൻ്റെ പുതിയ ബുക്കായ തജ്വീദ്, കിതാബ് തജ്വീദ്, അതിലെ 1ാമത്തെ പാഠം അൽ ഖുർആനുൽ കരീം, ആ പാഠത്തിൻ്റെ തദ്രീബാത്തിൽ എന്തൊക്കെയാണ് വന്നതെന്ന് നമുക്ക് നോക്കിയാലോ. തദ്രീബാത്തിൽ ആദ്യം എന്താണ്? താഴെ കൊടുത്ത പദസൂര്യനിൽ നിന്ന് ഖുർആന്റെ പ്രത്യേകതകൾ ചേർത്തു പറയാനാണ്. അപ്പോൾ അവിടെ നടുക്ക് ഖുർആൻ എന്നും ചുറ്റുഭാഗത്തും സൂര്യൻ പോലെ തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഖുർആനിന്റെ പ്രത്യേകതകൾ അപ്പൊ അത് ചേർത്തിട്ട് വായിക്കണം. നമുക്ക് വായിക്കാം. 114 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു തആല ഇറക്കപ്പെട്ടതാണ്. ഖുർആനിൽ 30 ജുസുകളുണ്ട്. ഖുർആനിൽ മക്കിയ സൂറത്ത് 86 ആണ്. ഖുർആനിൽ മദനിയ സൂറത്തുകൾ 28 ആണ്. ഖുർആൻ റമളാൻ മാസം അവതരിപ്പിക്കപ്പെട്ടതാണ്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സുള്ളപ്പോൾ ഇറക്കപ്പെട്ടതാണ്. ഖുർആൻ 23 വർഷം കൊണ്ടാണ് ഇറക്കപ്പെട്ടത്. അങ്ങനെ ഖുർആന്റെ പദസൂര്യ നമുക്കവിടെ പറഞ്ഞു മനസ്സിലാക്കാം. പിന്നെന്താണ്? മുകളിലെ ഈ പദസൂര്യൻ നല്ല ഭംഗിയിൽ മനോഹരമായിട്ട് ചാർട്ടിലേക്ക് വരച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ്. പിന്നെ 2ാമത്തെ പ്രവർത്തനം ഉത്തരം കണ്ടെത്താനാണ്. 1ാമത്തത് കലാം എന്നാൽ എന്ത് എന്നാണ്. എന്താണ് കലാം? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് കലാം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് കലാം, അൽ ഖുർആനുൽ കരീം. ഇനി 2ാമത്തെ ചോദ്യം, മുസ്ഹഫ് എന്നാൽ എന്ത്? വിവിധ ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. 3ാമത്തത് ഖുർആന്റെ മറ്റൊരു പേരെന്ത്? ഖുർആന്റെ മറ്റൊരു പേരാണ് ഫുർഖാനുൽ അലീം. ഫുർഖാനുൽ അലീം. 4ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്ത് ഏത്? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്താണ് ഖുർആൻ. ഖുർആൻ. അടുത്ത 3ാമത്തെ പ്രവർത്തനം എന്താണ്? ഖുർആനിലെ അവസാനത്തെ 9 സൂറത്തുകളുടെ പേര് കണ്ടെത്തി ലിസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ അവിടെ നമുക്ക് 9 ബോക്സുകൾ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഖുർആനിലെ അവസാനത്തെ 9 ചാപ്റ്റർ, അവസാനത്തെ 9 സൂറത്തുകൾ പേര് അവിടെ എഴുതി കൊടുക്കണം. നമുക്ക് അവസാനത്തെ 9 സൂറത്താണ്. അപ്പോൾ 114ാമത്തെ സൂറത്ത്, 114 സൂറത്തുകളാണ് ഉള്ളത്. അതിലെ 114ാമത്തെ സൂറത്ത് സൂറത്തുന്നാസ്. അതവിടെ നമുക്ക് 114 സൂറത്തുന്നാസ്, 113 സൂറത്തുൽ ഫലക്ക്, 112 സൂറത്തുൽ ഇഖ്ലാസ്, 111 സൂറത്തുൽ മസദ്, 110 സൂറത്തുൽ നസ്ർ, 109 സൂറത്തുൽ കാഫിറൂൻ, 108 സൂറത്തുൽ കൗസർ, 107 സൂറത്തുൽ മാഊൻ, 106 സൂറത്തുൽ ഖുറൈഷ്. അങ്ങനെ 9 സൂറത്തുകളുടെ പേര് നമുക്കവിടെ എഴുതാം. 106 മുതൽ 114 വരെയാണ് വരിക. അപ്പം ഇത് ഓർഡറിൽ നമുക്കവിടെ എഴുതി കൊടുക്കാം. പിന്നെ 4ാമത്തെ പ്രവർത്തനമായിട്ട് കൂട്ടുകാരോട് ചർച്ച ചെയ്യൂ. പ്രധാന പോയിന്റ് നോട്ട് ചെയ്യാനാണ്. എന്താണ് ചർച്ച ചെയ്യേണ്ടത്? സ്വന്തമായി ഒരു മുസ്ഹഫ് ജീവിതത്തിൽ കൂട്ടുകാരനെ പോലെ കൂടെ ഉണ്ടാവണം. സ്വന്തമായി ഒരു മുസ്ഹഫ് ജീവിതത്തിൽ കൂട്ടുകാരനെ പോലെ കൂടെ ഉണ്ടാവണം. എന്തുകൊണ്ട്? അതിനെക്കുറിച്ചിട്ട് ചർച്ച, കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് എഴുതാനാണ്. നമുക്ക് എന്തെഴുതാം? ഖുർആൻ ഓതി അതിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും. അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് കണ്ണുനീർ പൊഴിക്കാനേ നേരമുണ്ടാവുകയുള്ളൂ. അത്രയും മഹത്തായ വചനങ്ങളാണ് ഖുർആനിലുള്ളത്. ഇത്രയും നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അപ്പം ഇത്രയാണ് 1ാമത്തെ പാഠഭാഗത്തിൻ്റെ തദ്രിബാത്തിൽ നമുക്ക് മനസ്സിലാക്കി ചെയ്യാനുള്ളത്. പാഠഭാഗം നന്നായി മനസ്സിലാക്കുക.
വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.